വിക്രമിന്റെ ഓരോ ചലനങ്ങളിലും എനിക്ക് എന്തൊക്കെയോ ദുരൂഹത തോന്നുന്നു. എന്തോ അരുതാത്തത് വിക്രം അവിടെ ചെയ്തിട്ടുണ്ട്. അയാള് അതിന്റെ ടെൻഷനിലാ. അതൊക്കെ വന്നെനിക്ക് തോന്നുന്നതായിരിക്കും. എന്തൊക്കെയായാലും സ്വന്തം കുഞ്ഞു നഷ്ടപ്പെട്ടതിന്റെ നടുക്കവും വേവലാതിയും ഒക്കെ അയാൾക്ക് കാണാതിരിക്കുമോ? അതിന്റെ ടെൻഷനാവും. എനിക്ക് ഈ അവസ്ഥയിലും വർഷയെ അവിടെ വിട്ടിട്ട് വരാൻ തോന്നുന്നില്ല. ജഗ, എനിക്ക് പേടിയാവുന്നു. അല്ല, ഏതൊരു ബോഡിയുടെ കാര്യമൊക്കെ പറയുന്നത് കേട്ടല്ലോ. അതെ, മുത്തശ്ശിയും വർഷയും ഞാൻ ഒറ്റയ്ക്കല്ലേ ആംബുലൻസ് കയറ്റിയത്. ബോഡിയിൽ ഒരു കൊളുത്ത് വീണതുപോലെ. വിക്രം എന്തിനാ വെറുതെ ഇങ്ങനെ പരിഭ്രമിക്കുന്നത്? അവള് നല്ല മയക്കത്തിലാ. ഇപ്പൊ ഉണർത്താൻ പറ്റില്ല. നിങ്ങൾ പോയിട്ട് പിന്നെ വന്നാ മതി. പാവം ഉറങ്ങിക്കോട്ടെ. എനിക്ക് പേടിയാവുന്നു. ഈ അവസ്ഥയിൽ വർഷ അവിടെ നിന്നാ വർഷയ്ക്ക് എന്തേലും സംഭവിക്കും. ഇല്ല, ഒന്നും സംഭവിക്കില്ല. നീ പറയുന്നത് പോലെ അവിടെ എന്തെങ്കിലും ദുരൂഹ സംഭവങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ വർഷ ഇന്ന് അവിടെ സേഫ് ആയിരിക്കും. ഉറപ്പ്. അന്നേരം ധൈര്യമായിട്ടിരിക്കേ. ജഗ, നിരഞ്ജൻ അവന്റെ കൂളിംഗ് ഗ്ലാസ് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിരഞ്ജൻ അവിടം വിട്ട് എങ്ങും പോയിട്ടില്ല. ദിയമോൾ ഉറങ്ങി. എങ്ങോട്ട് പോവാനാ? എനിക്ക് എന്റെ അച്ഛനും അമ്മയും കാണണം. അവരെ ഇപ്പൊ ആശുപത്രി വെച്ച് കണ്ടതല്ലേ ഉള്ളൂ. അവർക്ക് ഒരു കുഴപ്പമില്ല. വേണമെങ്കിൽ നാളെ പോവാന്നേ. എനിക്ക് ഇപ്പൊ തന്നെ കാണണം. പക്ഷേ ഇപ്പൊ രാത്രിയാ. ഞാൻ പറയുന്നൊന്ന് കേക്ക്. എനിക്ക് എന്റെ അച്ഛനും അമ്മയും കാണണമെന്ന് പറഞ്ഞില്ലേ? അച്ഛമ്മയും കാണണം. പക്ഷേ നിനക്കിപ്പോ വേണ്ടത് റെസ്റ്റാ. നീ റെസ്റ്റ് എടുക്ക. നാളെ നേരം വിളിക്കുമ്പോ നമുക്ക് അവരെ പോയി കാണാം. പ്ലീസ്, ഞാൻ പറയുന്ന ഒന്നനുസരിക്കും. ഇല്ല, എനിക്ക് അച്ഛനും അമ്മയും കാണണം. ഇപ്പൊ തന്നെ കാണണം. ആരൊക്കെ ഇവിടെ പതുങ്ങിയിരിപ്പുണ്ട്. എന്റെ കുഞ്ഞിനെ നശിപ്പിച്ചത് അവരാ. അവർക്ക് എന്റെ ജീവന് വേണം. അവരെന്നെ കൊല്ലും. എനിക്ക് പേടിയാവുന്നു. എനിക്ക് എന്റെ അച്ഛനെ അമ്മയും കാണണം. വിഷമിക്കാതെ. അല്ല, എന്റെ ഫ്രണ്ട് നിരഞ്ജൻ എവിടെ? അത് അവൻ പോയി. എവിടെ? ഇന്നലെ രാത്രി നിനക്ക് ആക്സിഡന്റ് സംഭവിക്കുന്നതിന് കുറച്ചു മുമ്പ് ആ ബാംഗ്ലൂർക്ക് പോയി. എനിക്ക് ആരുമില്ല. എന്റെ കുഞ്ഞ് പോയി. എന്റെ മോൾക്കൊരാപത്ത് സംഭവിച്ചു എന്ന് കരുതി ഈ ശാപദോഷം പിടിച്ചവളൊന്നുമല്ല. എന്താളിയാ രാത്രിയില്? അല്ല, വർഷയ്ക്ക് ഇങ്ങോട്ട് വരണം ഒരേ വാശി. അല്ല, അച്ചമ്മയുടെ ലാത്തിടിയേട്ട് അളിയന് വല്ലാതെ മടുത്തിരിക്കാം. അത് മനസ്സിലാക്കാം. പക്ഷേ താലി കെട്ടിയ സ്വന്തം ഭാര്യ. ആ ചോദ്യം കൊണ്ട് എന്താ ഉദ്ദേശിച്ചെന്ന് എനിക്ക് മനസ്സിലായില്ല. വയസ്സായ അച്ചമ്മയ്ക്ക് തെന്നി വീണോ തളർന്നു വീണോ ആപത്ത് സംഭവിക്കാം. അതേ വീട്ടില് അതേ രാത്രിയില് വർഷയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് നശിക്കുന്ന തരത്തിൽ ആപത്ത് സംഭവിച്ചതുകൊണ്ട് ചോദിച്ചതാ. അത് ശരി. ഈ വീട്ടില് പഴഞ്ചൊലുകൾക്ക് ഒരു പഞ്ഞവും ഇല്ലല്ലോ.
ആപത്ത് വരുമ്പോ കൂട്ടത്തോടെ എന്നൊരു പഴഞ്ചൊല്ലും ഉണ്ട്, അതറിയില്ലേ? അങ്ങനെ സംഭവിച്ചതാ. അടിതെറ്റി വീണതാ, അല്ലാതെ ആരും അടിതെറ്റിച്ചൊന്നുമല്ല. കുടുംബത്തിലെ ഉത്തരവാദിത്വം കൂടുതൽ ചുമക്കുന്ന ഭാര്യ സഹോദരനോട് കാര്യങ്ങളൊക്കെ പറയണല്ലോ. ഇപ്പൊ കാര്യം ബോധ്യപ്പെട്ടോ? ആ, അങ്ങനെയൊക്കെ വിശ്വസിച്ചല്ലേ പറ്റൂ. പ്രകാശേ, അമ്മയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് നിനക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലെന്ന് മനസ്സിലായി. എന്താ, ഞങ്ങളുടെ മോൾക്കും ഞങ്ങളെ കാണാൻ വരാൻ പാടില്ലേ? എന്നാരാ പറഞ്ഞത്? അച്ഛനമ്മമാരെ എന്നും എപ്പോഴും കാണാൻ ഇവിടെ സ്ഥിരതാമസമാക്കിയാലും സന്തോഷം. പക്ഷേ അർദ്ധരാത്രിയിലെ പോലീസ് വണ്ടികളൊന്നും കയറി വരരുത്. അത് പറഞ്ഞെന്നേ ഉള്ളൂ. പ്രകാശ, മതി. എന്റെ മോള് അവളുടെ വയറ്റിൽ കിടന്ന് കുഞ്ഞ് നഷ്ടപ്പെട്ടത് ആകെ തളർന്നിരിക്കുക. അതേ അവസ്ഥ തന്നെയാണ് വിക്രമിന്റേത്. സങ്കടപ്പെട്ടിരിക്കുന്നവരെ പ്രകാശേട്ടൻ ഇങ്ങനെ കൂടുതൽ വിഷമിപ്പിക്കരുത്. അതൊന്നും മര്യാദയല്ല. മര്യാദ